ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ജേർണലിംഗ് വീഡിയോ ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജേർണലിംഗ് ആണ്. ഇതും എനിക്കൊരു റിക്വസ്റ്റഡ് ആയിട്ടൊരു കമൻറ്റിൽ വന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ തീം ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനാണെങ്കിൽ ആ മൂഡും വെതറും ഒക്കെ മാർക്ക് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഇപ്പോഴാണ് ഓർത്തിട്ട് പിന്നെയൊന്ന് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒട്ടിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിക്കി നോട്ടയിൽ ഞാൻ ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ വെച്ച് കളർ ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫിലിം സ്ട്രിപ്പ് നമ്മുടെ ജേർണൽ കിറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണാം, ബിക്കോസ് അതിനകത്ത് ഞാൻ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജേർണലിംഗ് സപ്ലൈസും ഈ വീഡിയോക്കകത്ത് യൂസ് ചെയ്യുന്ന അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ഞാൻ വന്നേക്കുന്നത് ഒരു ബണി സ്റ്റിക്കറുമായിട്ടാണ്. ഇത് ഞാൻ ചുമ്മാ പേപ്പറെ വരച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഊഹു ഗ്ലൂ സ്റ്റിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജേർണലിംഗ് ഒന്നും ഞാൻ അത്രയും കണ്ടിട്ടില്ല. യൂഷ്വലി ഈ കളർഫുൾ ജേർണലിംഗ് ഒക്കെയാണ് നമ്മൾ ഈ പിൻട്രസ്റ്റിലും അല്ലാത്ത വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ബ്ലാക്ക് ജേർണലിംഗ് അങ്ങനെ കാണുന്നത്. പിന്നെ കുറച്ച് പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ പിന്നെ കുറേ ഞാൻ കണ്ടു. അപ്പോൾ പിന്നെ ആ ഒരു ഐഡിയ വെച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു വേയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് ഡിസൈൻസ് ബ്ലാക്ക് പെർമനന്റ് മാർക്കറോട് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഐ തിങ്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമായിരിക്കും ഏറ്റവും സിമ്പിളസ്റ്റ് തീം ചെയ്യാൻ, ബിക്കോസ് അതിന് അത്ര എഫേർട്ട് വേണ്ട. ജസ്റ്റ് ബ്ലാക്ക് മാർക്കേഴ്സ് ഉണ്ടെങ്കിലോ ബ്ലാക്ക് പേപ്പേഴ്സോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറെ ബ്ലാക്കും കൊണ്ട് എന്തെങ്കിലും വരച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചാലും മതി. അങ്ങനെ സ്പെഷ്യൽ എഫേർട്സോ സ്റ്റിക്കേഴ്സോ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ തന്നെ വരച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റാറൊക്കെ ഞാൻ തന്നെ വരച്ചതാണ്, എല്ലാം ഞാനും തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം ഹാൻഡ് മെയ്ഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളൊക്കെ ജേർണലിങ്ങോ ബുള്ളറ്റ് ജേർണലിങ്ങോ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ മെയ് മന്തിൻ്റെ ജേർണലിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മെയ്ഡ് ബുള്ളറ്റ് ജേർണലിംഗ് ആയിരുന്നു. അപ്പോൾ മെയ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. മെയ് തുടങ്ങുന്നതിന് ബിഫോർ ചെയ്യണം, എന്നാലേ അത് കൗണ്ട് ആകത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ സ്ട്രെസ്സൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതായിട്ടും പിന്നെ നമുക്ക് കുറച്ച് സെൽഫ് അവെയർ ആവാനും പിന്നെ നമ്മുടെ തോട്ട്സും ഫീലിങ്സും എക്സ്പീരിയൻസസും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഈ ജേർണലിംഗ്. ഇപ്പം ഞാനിവിടെ ഒരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്, വാട്ട് ഇഫ് ഇറ്റ് ഓൾ വർക്ക്സ് ഔട്ട് എന്ന് പറഞ്ഞ്. ഇപ്പം എല്ലാം നല്ലതായിട്ട് നടന്നാൽ എന്ത് സംഭവിക്കുമോ എന്നുള്ള ഒരു കോട്ടാണ്. കോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ഫ്രേസാണ്. അത് ഞാൻ കുറേ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് എഴുതി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ ഫിലിം സ്ട്രിപ്പിനകത്ത് ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സിനെ വരയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് യൂഷ്വലി നിങ്ങൾക്ക് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ ഒക്കെ പിക്ചേഴ്സ് ഈ സൈസിൽ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് ഇതിനകത്ത് ഒട്ടിക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കുറേ പിക്ചേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ സിമ്പിളായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ബൂത്ത് വേലും വരച്ചെടുക്കാം. ഇപ്പോൾ പിൻട്രസ്റ്റിലോട്ട് പോയി ഫോട്ടോ ബൂത്ത് എന്നൊക്കെ സെർച്ച് ചെയ്താൽ കുറേ പിക്ചേഴ്സ് ഇതേപോലത്തെ കിട്ടും. അപ്പോൾ ഇപ്പം ഞാനൊരു റഫായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒന്നിൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വരച്ചു എടുക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ തീം കൊണ്ട് നിങ്ങൾ പിക്ചേഴ്സ് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ എടുക്കണം, എന്നാലേ ഇതേപോലെ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ അതേ സെയിം തന്നെ വരണമെന്നൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയ ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഐഡിയാസ് തരുന്നത് മാത്രമേ ഉള്ളൂ. ഇത്രയും എൻ്റെ ജേർണലിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ജേർണലിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. പിന്നെ മെയ് ബുള്ളറ്റ് ജേർണലിംഗ് ഫുൾ വീഡിയോ കാണാം.